ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സാറ്റർഡേ ഞാൻ വീഡിയോ ചെയ്തിട്ട് നമുക്കൊരു 10 days അൾട്ടിമേറ്റ് സ്റ്റഡി ചാലഞ്ച് ഓണം എക്സാമിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇത് ഞാനിപ്പോൾ സൺഡേ രാത്രി എടുക്കുന്ന വീഡിയോ ആണ്. പക്ഷേ ഞാനിത് മൺഡേ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. എനിക്ക് സ്കൂളിൽ നിന്ന് വരാനൊക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇതേതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മണി അല്ലേ 4:30 തന്നെ ഞാൻ ഇടുമായിരിക്കും. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പം നമുക്ക് ഇന്ന് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സ് ബ്ലൂ പെൻ വെച്ച് മാർക്ക് ചെയ്യുക, ബ്ലൂ പെൻ വെച്ച് എഴുതിയിടുക. ഏതാണ്ട് അറിയാമെന്നുള്ളത് ബ്ലാക്ക് വെച്ച് എഴുതുക, തീരെ അറിയത്തില്ല എന്നുള്ളത് റെഡ് വെച്ച് എഴുതി. അങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് തീരെ അറിയാത്ത ഇവിടെ കറണ്ട്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക്, ഇതാണ് ഒന്നും അറിയാത്ത 2 ചാപ്റ്റർ. പിന്നെ ഏതാണ്ടൊക്കെ അറിയാമെന്നുള്ളത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, കണ്ടിന്യൂറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ബയോടെക്നോളജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി. ഇതാണ് ഏതാണ്ടൊക്കെ അറിയുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് ബ്ലൂ പെൻ വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയാത്തതിൻ്റെ അവിടെ ക്രോസ് ഇടുമോ അല്ലെങ്കിൽ വട്ടം ഇടുമോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇന്നത് ശരിക്കറിയാം, ഇന്നത് റിവിഷൻ്റെ ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നത് ശരിക്ക് പഠിക്കണം, അതൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് രാത്രി തന്നെ ചെയ്തു വെച്ചു. നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹെഡിങ് ഇട്ടിട്ട്, അതായത് ഈസി, മീഡിയം, ഹാർഡ് എന്നുള്ള രീതിയിൽ ഹെഡിങ് ഇട്ടിട്ട് ഇതിൻ്റെ പേരെഴുതിയാലും മതി, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ പേരെഴുതിയാലും മതി. നമുക്ക് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി, ഞാൻ ഇന്നത് പഠിച്ചു ഇന്നത് പഠിച്ചിട്ടില്ല എന്ന് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുറച്ച് കോളം വിട്ടേക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ച് കഴിയുമ്പോൾ ഒന്ന് ടിക്ക് ഇടുക, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് എഴുതുക. പിന്നെ PYQ റിവൈസ് ചെയ്ത് കഴിയുമ്പം റിവൈസ്ഡ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഒരു ടിക്ക് ഇടുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്രയും ഒരു സൈഡിലൊരു കോളം കൂടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാ സാധനങ്ങളും അടുത്ത് തന്നെ വെച്ചിട്ട് വേണം പഠിക്കാനിരിക്കാൻ. ഇടയ്ക്ക് ഡിസ്ട്രാക്ഷനൊന്നും ഉണ്ടാവാതിരിക്കുക. ആകെ നമുക്കിനി എല്ലാം കൂടെ ഒരു 10-16 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ പഠിച്ച് തീർക്കണം, റിവൈസ് ചെയ്ത് തീർക്കണം. അപ്പോൾ വെള്ളം, ഫോണ്, സാധനങ്ങളെല്ലാം, ആവശ്യമുള്ള പേന, പെൻസിൽ എല്ലാം നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ 1000 വട്ടം എണ്ണീറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കും. പിന്നെ ക്ലാസ് കണ്ട് യൂട്യൂബ് ക്ലാസ് നോക്കിയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഭൂരിഭാഗം പേരും അങ്ങനെ ആയിരിക്കും പഠിക്കുന്നത്. യൂട്യൂബ് ക്ലാസ് നോക്കിയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഒന്നെങ്കിൽ ഫോൺ എയ്റോപ്ലെയിൻ മോഡിലിട്ട് വെക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ പുറകെ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ചലഞ്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ എന്ത് പഠിക്കണം എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ലോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റാർ ഷേപ്പിൽ. ഞാൻ നേരത്തെ കുറച്ച് ദിവസം മുമ്പേ ചെയ്ത് വെച്ചാണ്. ഇതിൽ നിന്നാണ് ഞാൻ ബയോടെക്നോളജിയും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും കഴിഞ്ഞ ദിവസം സെലക്ട് ചെയ്തത്. അപ്പോൾ 10 daysൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അങ്ങ് എടുത്തു. അപ്പം ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എടുക്കണം. ഒരു ദിവസം 2 പഠിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. 2 ചാപ്റ്റർ പഠിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2 എടുക്കട്ടെ. ഇതൊന്ന്, പിന്നെ ഇതൊരെണ്ണം എടുക്കാം. ഇത് 2 ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. പിന്നെ ഈ കയ്യിലൊക്കെ പാടെന്ന് പറയുന്നത് പേനയുടെ പാടാണ്, ഈ റെക്കോർഡ് എഴുതി പേനയുടെ പാട്. അപ്പം തുറന്ന് നോക്കാം. ഈശ്വര, തുറക്കാൻ നോക്കട്ടെ. ഓക്കെ, സൊല്യൂഷൻസ്. അത് എളുപ്പമുള്ള ചാപ്റ്ററാണ്, എനിക്ക് അറിയാവുന്ന ചാപ്റ്ററാണ്. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നല്ല ചാപ്റ്റർ കിട്ടി. ഇനി ഇത് ഏതാണെന്ന് അറിയത്തില്ല. ഇവിടെ നോക്കട്ടെ. ഏതാണ് ഡിറ്റർമിനൻസ്. അത് 2 ഏതാണ്ട് എളുപ്പമുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ അത് തന്നെ പഠിക്കാം. ദൈവം സഹായിച്ച് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഈസി ആയിട്ടുള്ളത് കിട്ടി. അപ്പോൾ ഇതെല്ലാം ഞാൻ ബാക്കി അതുപോലെ എടുത്ത് തിരിച്ചു വെക്കാം. എന്നിട്ട് ഇത് ഞാൻ മടക്കി, ഈ ഡിറ്റർമിനൻസും സൊല്യൂഷനും മടക്കി വേറെ ആയിട്ട് മാറ്റിയേക്കാം. കാരണം നമുക്ക് PYQൻ്റെ കാര്യം ചെയ്യാനും ഇത് തന്നെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് തിരിച്ച് മടക്കി അതോട്ട് വെക്കണം. അപ്പോൾ ആദ്യത്തെ ദിവസം ഡിറ്റർമിനൻസും അതുപോലെ തന്നെ സൊല്യൂഷൻസ്, കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് പിന്നെ ഡിറ്റർമിനൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ 2ൻ്റെ ഷോർട്ട് നോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് അടുത്ത ദിവസം ഇടുന്ന വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. സൊല്യൂഷൻസിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നാളത്തെ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ആദ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിനറിൻ്റെ ക്ലാസ് നോക്കിയിട്ട്, ബാച്ചിലർ ക്ലാസ് നോക്കിയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം വേറെ ഏതെങ്കിലും ക്ലാസ് യൂട്യൂബിൽ നോക്കി കാണണം. എന്നിട്ട് ആ നോട്ടൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. എന്നിട്ട് എൻ്റെ കയ്യിൽ ഗൈഡുണ്ട്, അതിലെ PYQ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം.
അത്രയാണ് ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ ഡിറ്റർമിനൻസിൻ്റെ കാര്യം പറയുവാണെങ്കിലും ഡിറ്റർമിനൻസിൽ സ്കൂളിൽ ഇഷ്ടംപോലെ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൽ ഇഷ്ടംപോലെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണം. എന്നിട്ട് ഡിറ്റർമിനൻസിൻ്റെ ഏതാണ്ടൊക്കെ ഓൾമോസ്റ്റ് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് നോക്കണം. മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു PYQൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ക്വസ്റ്റ്യൻ ബാങ്ക്, അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. മാത്സിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ ടെക്സ്റ്റിലേയും കുറച്ച് നോക്കണം. ഇത് ഇത്രയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു ആരോ ചോദിച്ചേക്കുന്നത്, നമുക്ക് 2 ചാപ്റ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് സമയം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുമോ? നമ്മൾ 1-2 ദിവസമൊക്കെ എടുത്തല്ലേ, അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ എടുത്തല്ലേ പഠിക്കുന്നത്, ഇങ്ങനെ ഈ 2 ചാപ്റ്റർ കുറച്ച് നേരം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന്. നമുക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് അല്ലല്ലോ ഈ സൊല്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റിന് കയറി പഠിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് തീരെ അറിയാത്തതല്ലോ, എന്തെങ്കിലുമൊക്കെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ക്ലാസ് കാണുന്നവരാണ്, എന്തെങ്കിലും അറ്റമൂലെങ്കിലും അറിയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഡിറ്റർമിനൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ കൂടെ ഒരു 10-13 ഇക്വേഷൻസ് ആകെ പഠിക്കാൻ കാണും. 10-13 കാണത്തില്ല. ഡിറ്റർമിനൻസിൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഏതാണ്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചെയ്യണം. അല്ലെങ്കിൽ ഐഡിയ ആണ് മനസ്സിലാക്കാൻ പറ്റാത്തതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ സ്കൂളിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടത്തില്ല, ആ സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരാണെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീട്ടിൽ വന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങൾക്ക് ആ സമയം ടെക്സ്റ്റ് വായിക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന സമയം കുറച്ച് സമയമാണെങ്കിലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സിലിപ്പം അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ഏതൊക്കെ വഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കിട്ടുന്നോ അതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന എളുപ്പമാണ്. സൊല്യൂഷൻസ് ഉള്ള ചാപ്റ്റർ അങ്ങനെ. പിന്നെ ഡിറ്റർമിനൻസിൻ്റെ അല്ലേ ഉള്ള ഒരു കുഴപ്പം, നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട്, അതായത് കുറച്ച് നാൾ കഴിഞ്ഞ് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ ഉഴപ്പിയ ചാപ്റ്റർ ആയിരിക്കും, പലരും പഠിക്കാത്ത ചാപ്റ്റർ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ വലിയ ചാപ്റ്ററൊന്നും അല്ല. മെട്രിസസ് അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് ഡിറ്റർമിനൻസ് എളുപ്പമാണ്. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് മെട്രിസസ് ശരിക്കും അറിയത്തില്ലെങ്കിൽ നാളെ ജസ്റ്റ് മെട്രിസസ് ഒന്ന് നോക്കിയിട്ട് ഡിറ്റർമിനൻസ് നോക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉള്ള ചാപ്റ്റേഴ്സ് അല്ല കേട്ടോ. ഈ നിങ്ങൾക്കിപ്പം ഏതാണ്ട് നിങ്ങളൊരു 7 മണിക്ക് തുടങ്ങുക, അല്ലെങ്കിൽ 7:30 തുടങ്ങുകയാണെങ്കിൽ ഒരു 11 മണി വരെ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. 7 തൊട്ട് ഒരു 9 അല്ലെങ്കിൽ 9:30 സൊല്യൂഷൻസൊക്കെ പെട്ടെന്ന് തീരും. പിന്നെ ഒന്ന് വാശി വെച്ച് പഠിക്കുവാണെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ 8:30 മാക്സിമം, അതിൻ്റെ ആവശ്യമുള്ള സൊല്യൂഷൻ തീരാൻ. പിന്നെ ഡിറ്റർമിനൻസിൻ്റെ കണക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഈ PYQ ഒക്കെ ഇന്ന് തന്നെ നോക്കണമെന്നൊന്നും ഇല്ല. PYQ വേണമെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അന്നങ്ങനെ നോക്കിയാൽ മതി. ഇന്ന് തന്നെ നോക്കണമെന്നില്ല. ഈ PYQ നോക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ, ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൂടെ ചെയ്തു പോകുമല്ലോ. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാവുന്ന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് സമയം കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട്, നമ്മൾ മൺഡേ വൈകിട്ട് പഠിക്കാനിരിക്കുമ്പോൾ തൊട്ട് അടുത്ത ദിവസം ട്യൂസ്ഡേ വൈകിട്ട് വരുന്ന വരെയുള്ള സമയമുണ്ട് നമുക്കത് ക്ലിയർ ചെയ്ത് തീർക്കാൻ. അപ്പോൾ സ്കൂളിൽ ഇരുന്ന് ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം ചെയ്ത് പഠിച്ച് തീർക്കാം. ആരോടെങ്കിലും ചോദിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് തീർക്കാമല്ലോ. പിന്നെ അതും അല്ലെങ്കിൽ ഈ അവധിയൊക്കെ എടുത്തിരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് അവധി എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ സ്കൂളിലെ അത്യാവശ്യം നല്ല ക്ലാസ് ആണെങ്കിൽ അതുകൂടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളൊരു ഓർമ്മയെങ്കിലും കിട്ടും. അപ്പം ഇൻ കേസ് നിങ്ങൾ അവധി എടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വരാതെ വേണമെങ്കിൽ അടുത്ത ചാപ്റ്ററോടെ കവർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ എക്സാമിനർ നോക്കിയിട്ട് സൊല്യൂഷൻസിൻ്റെ എഴുതിയിട്ടുണ്ടായിരുന്ന നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തോ കേട്ടോ. ഈ ആരോ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ടുള്ള ആരോ മാർക്കിൻ്റെ അർത്ഥം ഇൻക്രീസും താഴോട്ടുള്ള ആരോ മാർക്കിൻ്റെ അർത്ഥം ഡിക്രീസും. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയത് അസിയോട്രോപ്സ്, അതുപോലെ തന്നെ
ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസ്, നമ്മുടെ ഈ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ എല്ലാ ഇക്വേഷൻസ്, അതുപോലെ അതിൻ്റെ പേര്, വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ചോദിച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള കുറേ കണക്കുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ, റോൾസ് ലോ, ഇതൊക്കെ നോക്കണം കേട്ടോ. പിന്നെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഉണ്ടല്ലോ, ഓസ്മോട്ടിക് പ്രഷർ, വാട്ട് ഈസ് ഓസ്മോസിസ്, പിന്നെ ഓസ്മോട്ടിക് പ്രഷർ എന്തുവാണ്, റിവേഴ്സ് ഓസ്മോസിസ് എന്തുവാണ്, അതുപോലെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അഡ്വാൻസസ്, അത് ഞങ്ങൾക്ക് ക്ലാസ്സിലാണെങ്കിലും TP ഇട്ടപ്പോൾ സാർ ഇട്ടായിരുന്നു. ഹൈപ്പോട്ടോണിക്, ഹൈപ്പർടോണിക്, ഐസോട്ടോണിക്, അതൊക്കെ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനെപ്പറ്റി. ഈ നമ്മുടെ ബ്ലഡിലെ ഇതിൻ്റെ ലെവല്, ബ്ലഡിൽ നമ്മൾ ഡ്രിപ്പ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന്, ഈ ക്ഷീണം വരുമ്പോൾ ഡ്രിപ്പ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഫ്ലൂയിഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷറും അതുപോലെ തന്നെ ഈ ഒരു 0.9% NaCl സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ഡ്രിപ്പ് ഇടാനായിട്ട് ഈ 0.9% NaCl സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ സൊല്യൂഷൻസിലെ ഷോർട്ട് നോട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് നോട്ടിനകത്ത് ഇതിൽ കൂടുതലായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇതെല്ലാം കൂടെ ചുരുക്കിയിട്ടാണ് ഈ ഷോർട്ട് നോട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ PYQs ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റൊക്കെ ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഇതോടെ ഒന്ന് നോക്കിക്കോ. ഇതെല്ലാം കഴിഞ്ഞ് പഠിക്കുന്നതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാത്തൊരു ടെസ്റ്റ് പേപ്പർ പോലെ തന്നെ എഴുതിയിട്ട് സ്വന്തമായിട്ട് ക്രോസ് ചെക്കൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാതെ എഴുതാനൊക്കെ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എഴുതിക്കൊണ്ട് ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണേ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 40 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തോ. പിന്നെ അതുപോലെ ടുട്ടുക്കുട്ടൻ എന്നുള്ള ഐഡിയിൽ നിന്ന് ഉള്ള ആൾ എനിക്ക് ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ടുട്ടുക്കുട്ടനാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇലക്ട്രോ കെമിസ്ട്രിയുടെ എല്ലാം ഫുള്ള് മലയാളത്തിൽ ഉള്ള നോട്ട്സ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു മെയിൽ വഴി. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി ഉള്ള ദിവസം ഞാനത് എല്ലാം ഇട്ടേക്കാം. ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് പാടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ മലയാളം നോട്ട് കിട്ടിയത് നല്ലൊരു ഹെൽപ്പായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു മിസ്റ്റർ ടുട്ടുക്കുട്ടൻ. എനിക്ക് കറക്റ്റ് നെയിം അറിയത്തില്ല, അപ്പോൾ ID നെയിം മാത്രമേ അറിയത്തുള്ളൂ. കമൻറ്റ് ചെയ്യണേ. ഇത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ PDF ആയിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടും കിട്ടും. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് പോലെ വന്നതാണ്, ഫുള്ള് എഴുതിക്കൊണ്ട് ചെല്ലാം. പിന്നെ ഡിറ്റർമിനൻസിൻ്റെ ഇക്വേഷൻ എല്ലാം ഓൾമോസ്റ്റ് ഈ പേജിലുണ്ട്. എക്സാമിനറിൻ്റെ ബുക്കാണ്. പിന്നെ മാത്രമല്ലാത്ത ബാക്കിയുള്ള ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ, അതുപോലെ കൊളീനിയർ ആവാനുള്ള 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഇക്വേഷൻ, അതുപോലെ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ്, ഇതൊക്കെ ഉണ്ട്. ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഉണ്ട്. ബാക്കി രണ്ടും ഡിലീറ്റഡ് ആണോ എന്ന് അറിയത്തില്ല. പിന്നെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ അറിയണം. പിന്നെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട്, അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ഇത് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ ഓഫ് എ. പിന്നെ സിംഗുലർ മെട്രിക്സ്, നോൺ സിംഗുലർ മെട്രിക്സ്, അതൊക്കെ നോക്കി വെച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട്, ഒരു ഫംഗ്ഷൻ തരുമ്പോൾ, ഫംഗ്ഷൻ അല്ലല്ലോ, ഒരു ഇത് തരുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആണോ കൺസിസ്റ്റൻ്റ് അല്ലേ അതൊക്കെ നോക്കാൻ. പിന്നെ അതുപോലെ ഇന്ന സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ കെ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചേക്കണം. ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഒന്നും ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നില്ല. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മൈൻഡ് മാപ്പ് ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മൈൻഡ് മാപ്പ് ഒന്നും ഇടാത്തത്. ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ അതിനകത്ത് ഇട്ടേക്കാം ഡെയിലി ഞാൻ എന്തൊക്കെയാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ഡേറ്റ് ചെയ്തേക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കംപ്ലീറ്റഡ് എന്നൊക്കെ കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.